ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ആലു പറാത്തയാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള ആലു പറാത്ത. ഇത് ഒരു വട്ടമെങ്കിലും എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് വീട്ടിലുണ്ടാക്കുന്നത്. ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് ചേർത്ത് നമ്മൾ കുറച്ച് അതൊരു ചപ്പാത്തി പരുവമാക്കിയിട്ട് നമ്മൾ ചുട്ടെടുക്കുന്നു, അത്രേ വരുന്നുള്ളൂ. അതിലേക്ക് കുറച്ച് സവാള, വെളുത്തുള്ളി, ഇഞ്ചി ക്രഷ് ചെയ്തത്, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് അത് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് ഉടച്ചെടുക്കാം. ഉടച്ചെടുത്ത ആ ഒരു മിക്സിലേക്കാണ് നമ്മൾ സവാളയും ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റിയ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. കിഴങ്ങ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പുതിനയില ചേർത്ത് ഈ മിക്സ് എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിലേക്ക് അല്പം മാവ്, ഗോതമ്പ് മാവാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. മൈദ മാവും എടുക്കാം. ഗോതമ്പ് മാവിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ചപ്പാത്തി പരുവം പോലെ നമ്മളത് കുഴച്ചെടുക്കുക. കുറച്ചൊരു 10 മിനിറ്റ് നേരം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം ഓരോ ബോളാക്കി നമുക്ക് കട്ട് ചെയ്ത് ഇതുപോലെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി നമുക്ക് ചുട്ടെടുക്കാം. ഇടയ്ക്കൊക്കെ നമുക്ക് ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കാം. ഞാനത് കുട്ടികൾക്കൊരു എന്നും ചപ്പാത്തി, ദോശ, വെള്ളപ്പം ഇതൊക്കെ അവർക്ക് ഡെയിലി കഴിക്കുമ്പോൾ ഒരു മടുപ്പ് വരും. അപ്പോൾ ഞാനൊരു വെറൈറ്റി ആയിട്ട് ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആലു പൊറോട്ട.